RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫിഫ റാങ്കിങ്ങിനെ കുറിച്ചാണ്. ഈ റാങ്കിങ്ങിൽ ആരൊക്കെ മുകളിലോട്ട് പോയി ആരൊക്കെ താഴെ ഇറങ്ങി എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ 20 റാങ്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്, 19ാം സ്ഥാനത്ത് സെനഗല്, 18ാം സ്ഥാനത്ത് ഇറാന്, 17ാം സ്ഥാനത്ത് മെക്സിക്കോ, 16ാം സ്ഥാനത്ത് USA ആണ് നിൽക്കുന്നത്. 15ാമത്തെ സ്ഥാനത്തിൽ ജപ്പാൻ, 14ാം സ്ഥാനത്ത് കൊളംബിയ, 13ാം സ്ഥാനത്ത് ഉരുഗ്വേ, 12ാം സ്ഥാനത്ത് മൊറോക്കോ ആൻഡ് 15ാം സ്ഥാനത്തിൽ ക്രൊയേഷ്യ. 10ാം സ്ഥാനത്ത് ജർമ്മനി, 9ാം സ്ഥാനത്ത് ഇറ്റലി, 8ാം സ്ഥാനത്ത് ബെൽജിയം, 7ാം സ്ഥാനത്ത് പോർച്ചുഗൽ, 6ാം സ്ഥാനത്ത് നെതർലാൻഡ്, 5ാം സ്ഥാനത്ത് ബ്രസീൽ, 4ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 3ാം സ്ഥാനത്ത് ഫ്രാൻസ്, 2ാം സ്ഥാനത്ത് സ്പെയിൻ, 1ാം സ്ഥാനത്ത് അർജന്റീന. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീനയ്ക്ക് 1886 പോയിന്റ് ആണ്. തൊട്ടുപുറകുള്ള സ്പെയിന് സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നാണ് 1854 പോയിന്റ്. ഫ്രാൻസ് താഴോട്ട് വന്നു 1852 പോയിന്റ്, ജസ്റ്റ് പോയിന്റുകളുടെ വ്യത്യാസമുള്ളൂ. ഇംഗ്ലണ്ട് അതേ സ്ഥാനം നിലനിർത്തി 1819, ബ്രസീലും അതേ സ്ഥാനം നിലനിർത്തി 1776 പോയിന്റ്. നെതർലാൻഡ് മുന്നോട്ട് വന്നിരിക്കുകയാണ് 1752 പോയിന്റ്, പോർച്ചുഗൽ 1750 പോയിന്റ്, ബെൽജിയം 1735 പോയിന്റ്, ഇറ്റലി 1718 പോയിന്റ്, ജർമ്മനി 1716 പോയിന്റുമായിട്ടാണ് ഇപ്പോൾ റാങ്കിങ്ങിൽ നിൽക്കുന്നത്. റാങ്കിങ്ങിൽ വേരിയേഷൻ എന്താന്ന് വെച്ചാൽ പോർച്ചുഗൽ 7ാം സ്ഥാനത്ത് ഇറങ്ങിയിരിക്കുന്നു, പിന്നെ നെതർലാൻഡ്സ് 6ാം സ്ഥാനത്ത് കയറിയിരിക്കുന്നു, പിന്നെ അടുത്തതായി ഫ്രാൻസ് 2ാം സ്ഥാനത്തിലായിരുന്നു, ഇപ്പൊ ഇറങ്ങി 3ാം സ്ഥാനത്തായി. സ്പെയിന് 3ാം സ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ 2ാം സ്ഥാനത്ത് കയറിയിരിക്കുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അർജന്റീനയാണ് ഏറ്റവും ടോപ്പ് 1 റാങ്കിങ്ങിൽ നിന്നത്. അത് ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പൊ നല്ല പോയിന്റ് വ്യത്യാസം 85ഉം 54ഉം സെക്കൻഡ് പ്ലേസിലുള്ള വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. സ്പെയിനും ഫ്രാൻസും ഒക്കെ താഴെ നിൽക്കുന്നത്. അപ്പൊ അർജന്റീന ഇപ്പൊ കുറച്ചു കാലമായിട്ട് 1ാം റാങ്കിൽ നിൽക്കുകയാണ്. അപ്പൊ നിനക്ക് ഇതിലറിയോ ഏറ്റവും കൂടുതൽ ടൈം, ഏറ്റവും കൂടുതൽ ദിവസം ഈ 1ാം റാങ്കിൽ നിന്ന ടീമുകൾ ഏറ്റവും കൂടുതൽ റെക്കോർഡുകളെ കുറിച്ച് നിനക്ക് വല്ല അറിയോ? എനിക്കറിയാം. എനിക്ക് ടോപ്പ് 2 അറിയാം. ആദ്യം ബ്രസീൽ, പിന്നെയും ബ്രസീൽ തന്നെ 2 പ്രാവശ്യം ലോക ചാമ്പ്യന്മാരായി നിന്ന് ഏറ്റവും കൂടുതൽ ലോങ്സ്റ്റ് ആയിട്ടുണ്ടായിരുന്ന 2 പ്രാവശ്യം ബ്രസീലായിരുന്നു. അതിനുശേഷം ബെൽജിയം ആ സമയത്ത് വേൾഡ് കപ്പോ യൂറോ കപ്പോ അങ്ങനെയുള്ള ഒന്നും നേടിയിട്ടില്ലെങ്കിലും പക്ഷെ ബെൽജിയം കുറെ കാലം. പിന്നെ അടുത്തത് സ്പെയിനും 2 ഇപ്പൊ അർജന്റീനയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അറിയാം അർജന്റീന എത്ര സ്ഥാനത്താണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് ദിവസങ്ങളിലേക്ക് ഇറങ്ങാം. ബ്രസീല് ഏറ്റവും കൂടുതൽ ദിവസം 2491 ദിവസം, 20 ജൂലൈ 1994 മുതൽ 15 മെയ് 2001 വരെ, അതുവരെ ഒരു നീണ്ടകാല കരിയറിൽ ഉണ്ടായിരുന്നതാണ് ഇവരുടെ ഇത്. അടുത്തത് ബ്രസീൽ തന്നെയാണ് 1659 ദിവസം, ജൂലൈ 2022, 17 ജനുവരി 2007 വരെ. അതിനുശേഷം റെക്കോർഡുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രസീല് 2491 ദിവസമാണ് 1ാം റാങ്കിങ്ങിൽ തുടർന്നത്, വേറെ ഏത് ടീമിനും വിട്ടുകൊടുക്കാതെ. അത് 1994 ജൂലൈ 20 മുതൽ 15 മെയ് 2001 വരെ, അത്രയും കാലയളവ്. അടുത്ത അതേപോലെ ബ്രസീല് വേൾഡ് കപ്പ്, റൊണാൾഡോ വേൾഡ് കപ്പ് എടുത്ത സമയത്ത് 1659 ദിവസം, 3 ജൂലൈ ടു 2002 മുതൽ 17 ജനുവരി 2007 വരെ, വലിയൊരു കാലം. അതിനുശേഷം ബെൽജിയം 1239 ദിവസമാണ്, 20 സെപ്റ്റംബർ 2018 ടു 10 ഫെബ്രുവരി 2020, അത് 2022 വരെ. ഓക്കെ, അത് പക്ഷെ ആ കാലഘട്ടത്തില് ബെൽജിയം ട്രോഫികളും നേടിയില്ല. പക്ഷെ 1ാം റാങ്കിങ്ങിൽ എല്ലാ കളികളും ജയിച്ചു, വേണ്ട കളികളൊന്നും ജയിക്കില്ല. അങ്ങനെ ബെൽജിയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനുശേഷം ഉള്ളത് സ്പെയിനാണ് 2 പ്രാവശ്യം, 1030 ദിവസം സ്പെയിന്. 21 സെപ്റ്റംബർ 2011 ടു 17 ജൂൺ 14 വരെ, 2014 വരെ അവര് ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം സ്പെയിൻ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ 436 ദിവസം, സ്പെയിൻ തന്നെ 14 ജൂലൈ 2010 മുതൽ 24 ഓഗസ്റ്റ് 2011 വരെ. അപ്പൊ അർജന്റീനയുടെ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്. അതില് അറിയുന്നവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എത്ര ദിവസമാണ് അർജന്റീന 1ാം റാങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ചെയ്യുക. ഈ റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 1ാം സ്ഥാനത്ത് അർജന്റീന, 2ാം സ്ഥാനത്ത് സ്പെയിനും, 3ാം സ്ഥാനത്ത് ഫ്രാൻസ്, 4ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, ടോപ്പ് 4 നിൽക്കുന്നുണ്ട്. 5 ബ്രസീൽ, നെതർലാൻഡ്, പോർച്ചുഗൽ, അങ്ങനെയാണ് ഒരു റാങ്കിങ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി വേൾഡ് കപ്പിന് ആകെ കുറച്ച് ദിവസങ്ങളുണ്ട്. 2026 വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ വേൾഡ് കപ്പില് എന്റെ ഒരു പ്രൊഡക്ഷനിൽ സെമിയിലെത്താൻ ചാൻസ് ഉള്ള ഒരു ടീമുകൾ എന്ന് പറഞ്ഞാൽ അർജന്റീന ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, സ്പെയിന്, ഫ്രാൻസ്, പിന്നെ 4മതൊരു ടീം അല്ലെങ്കിൽ ഒരു 2 ടീമിന് ശേഷം ബാക്കിയുള്ള ടീമുകൾ എന്ന് പറഞ്ഞാല് ബ്രസീല്, നെതർലാൻഡ്, പോർച്ചുഗൽ, ബെൽജിയം, പിന്നെ ജർമ്മനിയും ഇറ്റലി അങ്ങനത്തെ ടീമുകളൊക്കെ അടിയിലുണ്ടെങ്കിലും
പക്ഷെ എന്റെ ഒരു പ്രൊഡക്ഷനിൽ ഈ ഒരു 3 ടീമുകളും അതിനുശേഷം ഇപ്പൊ അർജന്റീന ഒക്കെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കലോണിയുടെ കോച്ചിങ്ങിൽ. അതേപോലെ തന്നെ മെസ്സി ഇല്ലാണ്ട് ഇപ്പൊ നല്ല കളിയാണ് അവസാനമൊക്കെ നടത്തിയത്. അവര് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതയില് ടോപ്പ് 1 അർജന്റീന നിൽക്കുന്നത്. അതേപോലെ ബ്രസീൽ ഇപ്പൊ 5ാം സ്ഥാനത്തേക്ക് നോക്കണ്ട. ബ്രസീൽ ഇപ്പൊ പുതിയൊരു കോച്ചിനെ എടുക്കും. വളരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ പുതിയൊരു കോച്ചിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ബ്രസീലിന്റെ ഒരു കംബാക്ക് ഉണ്ടാവും. ബ്രസീലിന്റെ കംബാക്ക് പറഞ്ഞാൽ ബ്രസീലിലെ പ്ലേയേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ലൊരു കോച്ച് ഉണ്ടെങ്കിൽ തന്നെ ബ്രസീലിന്റെ കളി മാറും. അപ്പൊ ബ്രസീലും ഒരു സെമി ഫൈനലിലേക്ക് ഒരു ചാൻസ്. അങ്ങനെ വരികയാണെങ്കിൽ അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ്, ബ്രസീൽ ഇങ്ങനെ 4 ടീമുകളുടെ ഒരു സെമി ഫൈനല് വരാനൊരു ചാൻസ് ആണ് എന്റെ ഒരു പ്രൊഡക്ഷൻ. ഇനി റെയ്ഹാൻ എന്താ പറയാനുള്ളത്? ഏതൊക്കെ ടീം വരും? നിങ്ങൾ പറയുന്ന പോലെ തന്നെ അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ് കയറും. പിന്നെ എനിക്ക് തോന്നുന്നത് മേ ബി ഇംഗ്ലണ്ട് അല്ലെങ്കിൽ പോർച്ചുഗൽ, ബ്രസീൽ ഈ 3-ല്. പക്ഷെ നെതർലാൻഡ് ഇപ്പൊ നല്ല കളിയാണ്. നെതർലാൻഡ് ഇപ്പോ യുഎഫ നാഷണൽ ലീഗിൽ വന്നിട്ട് സെമി ഫൈനലിൽ ടഫ് ഫൈറ്റ് കൊടുത്തിട്ടാണ് അവർ പുറത്തു പോയത്. അവർ നല്ല അത്യാവശ്യം മിഡ്ഫീൽഡും എല്ലാം കൊണ്ട് നല്ല നിറഞ്ഞു കളിക്കുന്ന ഫുൾ ടീം വർക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ട്. ലാസ്റ്റ് ടൈം ക്വാളിഫയർസ് വേൾഡ് കപ്പില് അർജന്റീനനെ 2-0 അർജന്റീന ജയിക്കണത്. ആ അർജന്റീനനെ പാസും ഫ്രീ കിക്ക് എല്ലാം ചെയ്തിട്ട് 2 ഗോൾ കംബാക്ക് അടിച്ചിട്ട് പെനാൽറ്റിയിലാണ് അന്ന് രക്ഷപ്പെട്ടത്. അത് 2 വേൾഡ് കപ്പിൽ ഇതേപോലെ നെതർലാൻഡിനോടുകൂടി അർജന്റീന പെനാൽറ്റി ഷൂട്ടൗട്ടാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇനി ഈ ഒരു പ്രൊഡക്ഷൻ നിങ്ങളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരൊക്കെ സെമിഫൈനലിൽ വരുന്നുള്ളൂ. ഓക്കെ, ഉള്ളവത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മളെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരാം.